ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണുർ ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഇപ്പോൾ നമ്മൾ ശ്രീനാരായണ ഗുരുദേവ കൃതിയായ സദാശിവ ദർശനം എന്ന കൃതിയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിലെ 9ാമത്തെ ശ്ലോകമാണ് ഇനി നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ 8ാമത്തെ ശ്ലോകത്തിൽ നമ്മുടെ ഈ ജീവിതം എന്താണ്, ഈ ജീവിതത്തെ നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? നമ്മളുടെ ജീവിതത്തിൽ നിത്യവും പല സംഭവങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. അത് ഓരോരോ സംഭവങ്ങളിൽ നിന്ന് നമ്മൾക്ക് സുഖങ്ങളും ദുഃഖങ്ങളും ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും. അങ്ങനെ സുഖങ്ങളെയും ദുഃഖത്തെയും ഒക്കെ നമ്മൾ സുഖദുഃഖേ സമേ ചിത്തേ എന്ന ഭഗവത്ഗീതയുടെ വാക്യം പോലെ ഇവിടെയും ഗുരുവും നമ്മൾക്ക് പറഞ്ഞു തരുന്നത് ആ സുഖത്തെയും ദുഃഖത്തെയും സമമായി നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ നേരിടണം, അല്ലേ? അല്ലാത്തവർക്ക് നമ്മൾക്കങ്ങനെ സമമായി കാണാൻ കഴിയാതെ വരുമ്പോൾ, ഈ ദുഃഖങ്ങളെ മാത്രം നമ്മൾ കാണുമ്പോൾ ആ ദുഃഖം നമ്മൾക്ക് എപ്പോഴും വലിയ വലിയ ഒരു ദുഃഖമായി അത് നമ്മളെ പരാജയപ്പെടുത്താൻ വന്നുകൊണ്ടിരിക്കുന്നതാണോ എന്ന് അതിങ്ങനെ യുദ്ധം ചെയ്തിരിക്കുകയാണ്. ദുഃഖങ്ങൾ തമ്മിൽ പൊരുതി മല്ലിട്ടുകൊണ്ട് ഇങ്ങനെ നമ്മളിലേക്ക് വരുന്നു. അപ്പോൾ അവ നമ്മുടെ ജീവിതം തന്നെ ദുഃഖമയമായി നമ്മൾക്ക് അനുഭവപ്പെടും. അങ്ങനെ അനുഭവപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മൾക്ക് സദാശിവനെ സ്മരിക്കണം. അപ്പോൾ ഈ കാണുന്നതെല്ലാം ഭഗവത് മായയാണ്, ഭഗവാന്റെ രാസ ലീലയാണ് എന്ന് നമ്മൾ കാണുകയാണെങ്കിൽ, നമ്മൾക്ക് ഇതൊരു ശിവലീല മാത്രമാണെന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾക്ക് സുഖത്തെയും ദുഃഖത്തെയും ഒരേപോലെ കാണാൻ സാധിക്കും. അങ്ങനെ കാണുമ്പോൾ നമ്മൾക്ക് ദുഃഖങ്ങളിൽ നിന്ന് മുക്തരായിരിക്കുവാനും സാധിക്കും എന്നാണ് 8ാം ശ്ലോകത്തെ കൊണ്ട് ഗുരു നമ്മൾക്ക് പറഞ്ഞു തന്നത്. 9. ഇതിൽ കിടന്നു കേണുവാണു നാൾ കഴിഞ്ഞിടുന്നിനിക്കിതിൽ പരം നിനക്കിലെന്തു വന്നിടുന്നു സങ്കടം. മതിക്കൊഴുന്നണിഞ്ഞിടുന്ന മന്നവാകനിഞ്ഞു മുൻമതിക്കുടം കവിഞ്ഞു പായുമാറു ചൂടിയാടു നീ. അപ്പോൾ നമ്മളുടെ ഈ ദുഃഖങ്ങളുടെ നടുവിൽ ഇതിൽ കിടന്ന് കേണുവാണു, കരഞ്ഞ് ജീവിക്കുന്ന, നമ്മൾക്ക് കരഞ്ഞ് ദുഃഖങ്ങളെ എന്ന് പറഞ്ഞ് കരഞ്ഞ് നാൾ കഴിക്കുന്ന, ദിവസങ്ങൾ തള്ളി നീക്കുന്ന എനിക്ക് ചിന്തിച്ചു നോക്കിയാൽ ഇതിനേക്കാൾ വലിയ ഒരു സങ്കടം ഉണ്ടോ? എന്ത് സങ്കടമാണ് ഇതിനേക്കാൾ ഇനി വരാൻ? മതിക്കൊഴുന്നണിഞ്ഞ, അതായത് ബുദ്ധിയാകുന്ന മതിയാകുന്ന ചന്ദ്രനാകുന്ന ആ കൊഴുന്ന് അണിഞ്ഞിരിക്കുന്നത് ആരാണ്? ഭഗവാന്റെ തലയിൽ വെച്ചിരിക്കുകയാണ് ആ ബുദ്ധിയാകുന്ന ചന്ദ്രനാകുന്ന ആ കൊഴുന്നിനെ. അങ്ങനെ അത് തലയിൽ അണിഞ്ഞ രാജാവായി ഇങ്ങനെ വിലസുന്നു. കിരീടത്തിൽ ചന്ദ്രനെ വെച്ചിരിക്കുന്ന അങ്ങനെയുള്ള അല്ലയോ രാജാവേ, അങ്ങ് കനിവോടുകൂടി ദയോടുകൂടി കനിഞ്ഞു മുൻമതിക്കുടം, ആ മുൻപേ ഉള്ളതായ മതിയാകുന്ന കുടമുണ്ടല്ലോ, ആ അമൃതകുംഭമുണ്ടല്ലോ, നേരത്തെ ഉണ്ടായിരുന്ന അത് കവിഞ്ഞു പാഞ്ഞ് നിറഞ്ഞ് കവിഞ്ഞ് നദിയായി ഒഴുകുന്ന വണ്ണം ചൂടിയാടു നീ. തലയിൽ അണിഞ്ഞുകൊണ്ട് നീ ആനന്ദ നൃത്തം വയ്ക്കുകയാണ്. അപ്പോൾ എന്നെ തോൽപ്പിക്കുന്ന തരത്തിൽ നിത്യവും ദുഃഖങ്ങൾ ഇങ്ങനെ തമ്മിൽ ജയിച്ചുകൊണ്ട് മല്ലിട്ടുകൊണ്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ ആ ദുഃഖങ്ങളുടെ നടുവിൽ കിടന്ന് ഞാൻ
കരഞ്ഞ് കരഞ്ഞ് നാൾ കഴിക്കുന്നു. ഇതിനേക്കാൾ വലിയൊരു സങ്കടമുണ്ടോ ഭഗവാനെ? ചിന്തിച്ചു നോക്കിയാൽ ഈ കാര്യം നമ്മൾക്ക് വ്യക്തമാകും. പൂർണ്ണതയെന്ന് തോന്നത്തക്കവണ്ണം ഉള്ള ആ ചന്ദ്രനെ എവിടെ കിരീടത്തിൽ അലങ്കാരമായി തീർത്തിരിക്കുന്ന രാജാവ് കനിയണം. കാരണം സകലം ബീജമാകും എന്ന ആത്മോപദേശ ശതകത്തിൽ പറയുന്നുണ്ട്. സകലതും അവിടെ നിന്നാണ്, ആ ആദിബീജത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത് എന്ന, അല്ലെങ്കിൽ ആ അറിവാകുന്ന അമൃതം നിറച്ചു വച്ചിരിക്കുന്ന കുടം കവിഞ്ഞൊഴുകി പ്രവഹിക്കത്തക്കവണ്ണം ആനന്ദ നൃത്തമാടണം. അപ്പോൾ ആ തലയിലാണ് മുഴുവൻ, ശിരസിലാണ്, ജടയിലാണ്, ആ അലങ്കാരത്തിലാണ് മുഴുവൻ അറിവിനെയും നിറച്ചു വച്ചിരിക്കുന്നത്. അപ്പോൾ അതിങ്ങനെ വെച്ചുകൊണ്ട് നൃത്തമാടിയാൽ അത് നിറഞ്ഞ് കവിഞ്ഞ് താഴേക്ക് ഗംഗയായി പ്രവഹിക്കും. അങ്ങനെ പ്രവഹിക്കുമ്പോൾ അത് എല്ലാവർക്കും ലഭിക്കും. അപ്പോൾ ഭഗവാനിലുള്ള അറിവ് നമ്മൾക്കെല്ലാവർക്കും ലഭ്യമാകണം. ഈ ദുഃഖങ്ങളുടെ നടുവിൽപ്പെട്ട് നമ്മളിങ്ങനെ ദുഃഖിക്കുമ്പോൾ നമ്മൾക്കൊന്നും തന്നെ അറിയാൻ സാധിക്കുന്നില്ല. ഈ ദുഃഖം എവിടെ നിന്ന് വരുന്നു, എങ്ങനെ ഉണ്ടാകുന്നു എന്നതിനെക്കുറിച്ച് നമ്മൾക്കറിയാത്തതുകൊണ്ട്, നമ്മൾക്കറിവില്ലാത്തതുകൊണ്ട് നമ്മളുടെ ദുഃഖത്തിന് പരിഹാരം കണ്ടെത്താനും നമ്മൾക്കും കഴിയുന്നില്ല. കാരണം അത് എവിടെ നിന്ന് വരുന്നു, അതിൻ്റെ മൂല കാരണം കണ്ടുപിടിച്ചെങ്കിലല്ലേ നമ്മൾക്കതിൽ നിന്ന് ഒരു പരിഹാരം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ദുഃഖകരമായ സംഭവങ്ങളെല്ലാം ഭഗവാന്റെ നൃത്തത്തിലെ തന്നെ രസാഭിനയങ്ങളുടെ ഭാഗമാണെന്ന്, അതിൻ്റെ രഹസ്യം അതാണ്. ആ രഹസ്യം നമ്മൾക്കറിയാൻ കഴിയുന്നില്ല. അവയെ ദുഃഖമെന്ന് എണ്ണുന്നതിന് പകരം നമ്മൾ അത് ഭഗവാന്റെ ആനന്ദ നടനത്തിൻ്റെ ഒരു ഭാഗമാണ് എന്ന് കരുതണം. അങ്ങനെ കരുതണമെങ്കിൽ നമ്മൾക്ക് ഒരു സാധനം വേണം. എന്താണ്? വിവേകം, അറിവ്. അങ്ങനെ അറിവില്ലാത്തവർക്ക് അജ്ഞത കൊണ്ട് ഇങ്ങനെ ദുഃഖം നിരന്തരം അനുഭവിച്ചു കൊണ്ടിരിക്കുകയും അത് അജ്ഞത മുഖാന്തരമാണെന്ന് നമ്മൾ അറിയാതിരിക്കുകയും ചെയ്യുന്നു. അതിനേക്കാൾ വലിയൊരു സങ്കടമുണ്ടോ? അപ്പോൾ അതാണ് ഏറ്റവും വലിയ സങ്കടം. നമ്മൾ എന്തുകൊണ്ട് ദുഃഖം അനുഭവിക്കുന്നു അതിനെക്കുറിച്ച് നമ്മൾക്ക് അറിയുന്നില്ല. ഇത് ദുഃഖം തന്നെയാണോ, ഇത് ഭഗവാന്റെ മായയാണോ എന്ന് നമ്മൾക്ക് അറിയാൻ സാധിക്കുന്നില്ല. അതിന് വേണ്ടത് നമ്മൾക്ക് ആത്യന്തികമായ അറിവാണ്. ആ അറിവ് എവിടെ കിട്ടും? ആ അറിവ് ഭഗവാന്റെ ചന്ദ്രകല രൂപത്തിലാക്കി ഭഗവാൻ തൻ്റെ ജടയ്ക്കുള്ളിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പ്രയോജനം പാവപ്പെട്ട നമ്മൾക്ക് എങ്ങനെ ലഭിക്കും? അത് ലഭിക്കണമെങ്കിൽ ഭഗവാൻ ആനന്ദ നൃത്തമാടി അതിനുള്ളിൽ, ജടയ്ക്കുള്ളിലിരിക്കുന്നതായ അതിനെ ആനന്ദപ്രവാഹമായി താഴേക്ക് ഭൂമിയിലേക്ക് പ്രവഹിപ്പിക്കേണ്ടതാണ്. അപ്പോൾ രാജാവിന് കനിവുണ്ടെങ്കിലേ പ്രജകൾക്ക് എന്തെങ്കിലും തരികയുള്ളൂ, അല്ലേ? എല്ലാ അറിവുകൾക്കും ഐശ്വര്യത്തിനും കാരണമായ ആദിമ സത്തയായ അറിവിനെ ഭഗവാന്റെ കിരീടത്തിൽ രത്നമാക്കി വച്ചിരിക്കുമ്പോൾ അതിൻ്റെ പ്രയോജനം നമ്മൾക്കെങ്ങനെ ഉണ്ടാകും? ആ അറിവ് അമൃത് തന്നെയാണ്. അത് ജനന മരണങ്ങളില്ലാത്ത ആദിമ സത്യമാണ്. അതിനെ ഒരു കുടത്തിലാക്കി തലയിൽ ധരിച്ചുകൊണ്ട് നൃത്തം ചെയ്യണം. അപ്പോൾ ആ കുടത്തിൽ നിന്ന് അത് ധാരയായി ഭൂമിയിലേക്ക് വരും. അങ്ങനെ ഞങ്ങളിൽ കനിവുണ്ടാകണം, ഞങ്ങളെ അങ്ങനെ അനുഗ്രഹിക്കണം. അപ്പോൾ നല്ല നർത്തകരൊക്കെ ചിലരൊക്കെ കുടം തലയിൽ വെച്ച് കളിക്കാറുണ്ട്. അവർക്ക് വിദഗ്ധമായി നൃത്തം ചെയ്യാൻ അപ്പോഴൊരു തുള്ളി പോലും താഴേക്ക് തുളുമ്പി വീഴാറില്ല. അങ്ങനെ അവരുടേതിനേക്കാൾ എത്രയോ മഹനീയമാണ് പ്രപഞ്ച സർജനത്തിന് പോലും കാരണമായി തീർന്ന ഭഗവാന്റെ നൃത്തം. മുൻമതിക്കുടം തലയിലേറ്റിക്കൊണ്ട് നീ നൃത്തം ചെയ്യുമ്പോൾ അതിനുള്ളിലെ അമൃതം തിളച്ചു പൊങ്ങി കവിഞ്ഞൊഴുകുകയാണ് ചെയ്യാറ്.
അങ്ങനെ അമൃതം കവിഞ്ഞൊഴുകി വലിയൊരു നദിയായി തീർന്ന് അങ്ങനെ ആ തീരുന്നതിനെ അല്ലേ നമ്മൾ ഗംഗ എന്ന് വിളിക്കുന്നത്. ആ ഗംഗയുടെ പ്രവാഹത്തിൽ പലതരം കുത്തിയൊഴുക്കുകളും ചുഴികളുമൊക്കെ കാണും ചിലപ്പോൾ. അതാണ് ഞങ്ങളുടെ സുഖദുഃഖ അനുഭവങ്ങളെന്ന് ഉള്ള രഹസ്യത്തെ നമ്മൾ അറിയണം. അങ്ങനെ അറിയുമ്പോൾ, അറിഞ്ഞു കഴിഞ്ഞാൽ ദുഃഖങ്ങളിൽ നിന്ന് നമ്മൾക്ക് മോചനമുണ്ടാകും. വാസ്തവത്തിൽ ഈ ആദ്യന്തവിഹീനമായ നൃത്തത്തിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന പ്രവാഹത്തിലെ വെറുമൊരു തുള്ളി മാത്രമല്ലേ നമ്മൾ ഓരോരുത്തരും. നമ്മൾ ആ പ്രവാഹത്തിലെ ഭഗവാനിൽ നിന്നുണ്ടായ ആ അമൃതകുംഭത്തിലെ ഒരു തുള്ളിയല്ലേ എൻ്റെ ജീവിതവും, നമ്മുടെ ജീവിതവും. നമ്മളൊക്കെയും അത് തന്നെയല്ലയോ? ആ ഭഗവാൻ സകലം വെറും ആദി ബീജമാണ്. ആ ബീജത്തിൽ നിന്ന് ഉത്ഭവിച്ച നമ്മൾക്ക് ഇവിടെ എവിടെയാണ് ദുഃഖം? ഇതെല്ലാം ഭഗവാന്റെ തന്നെ ലീലയാണെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾക്ക് ഓരോരുത്തർക്കും ദുഃഖവിമുക്തരായി ജീവിക്കാൻ സാധിക്കും. അങ്ങനെ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ 9-ാം ശ്ലോകം ഗുരു നമ്മൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നു. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ.